ഹോട്ടൽ ഭക്ഷണം, സോഷ്യൽ മീഡിയ, സിനിമ, സെക്സ് ഇവയൊക്കെ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം നമുക്ക് പ്ലഷർ തരാതാകും. ഫോർ എക്സാമ്പിൾ, കാലങ്ങളായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം നമ്മൾ ആദ്യഘട്ടത്തിൽ നേടിക്കൊണ്ടിരുന്ന സുഖവും സന്തോഷവും ഒന്നും ഇന്ന് അതിൽ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടും കിട്ടുന്നില്ല എന്ന്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നും ഇതിൻ്റെ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. ബേസിക്കലി നമുക്ക് സന്തോഷം തരുന്ന ഏതൊരു ആക്ടിവിറ്റിയെയും നമ്മളുടെ ബ്രെയിൻ ഒരു റിവാർഡായിട്ടാണ് കണക്കാക്കുന്നത്. ഓൾദോ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എല്ലായ്പ്പോഴും നമുക്ക് ഗുണം ചെയ്യുന്നത് തന്നെ ആവണം എന്നില്ല. എന്തെന്നാലും ഈ പ്ലഷർ നമ്മെ വീണ്ടും ഇതേ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഓവർ ടൈം ഇതിൻ്റെ പുതുമയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ആക്ടിവിറ്റി സംബന്ധമായ നമ്മളുടെ ഡോപാമിൻ റെസ്പോൺസ് കുറഞ്ഞുകൊണ്ടുവരും. അഡീഷണലി നമ്മളുടെ ആദ്യകാല എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ബ്രെയിൻ ഇതിൻ്റെ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാനും തുടങ്ങും. അങ്ങനെ ഗ്രാജുവലി ഈ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന ത്രില്ലും സാറ്റിസ്ഫാക്ഷനുമെല്ലാം ഇല്ലാതാകും. നമ്പർ 1, നോവൽറ്റി. പുതുമ നിലനിർത്താനായി ആക്ടിവിറ്റിയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. നമ്പർ 2, എഫേർട്ട്. കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിബന്ധനകൾ സൃഷ്ടിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ചാപ്റ്റർ ഫുള്ള് പഠിച്ചാൽ മാത്രമേ ഞാൻ ഫോൺ നോക്കുകയുള്ളൂ. ആഴ്ചയിൽ 4 തവണ എക്സസൈസ് ചെയ്താൽ മാത്രമേ ഞാൻ ആ പൊറോട്ടയും ബീഫും കഴിക്കൂ, എക്സെട്ര. നമ്പർ 3, ഡിലേ. ആക്ടിവിറ്റിയുടെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ആഴ്ചയിൽ 1 തവണ, മാസത്തിൽ 2 തവണ, എക്സെട്ര.